എന്താ? അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ, ഞാനും എൻ്റെ കുടുംബവും. നിങ്ങൾക്ക് ആദ്യമായിട്ട് നീ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകണം. അല്ല, അതിന് പരിപാടികളുണ്ടാണ്, ഒരുപാട് പയ്യന്മാർ വെയിറ്റ് ചെയ്യുക. അല്ല, അതിനു മുമ്പേ മാഷിന്റെ ഈ നരേന്ദ്രപ്രസാദിന്റെ സംഭവം എനിക്കത് കാണണം. നരേന്ദ്രപ്രസാദിന്റെ സംഭവം കാണാനൊന്നും പറ്റില്ല. അല്ല, സൗണ്ട് കാണിച്ചാൽ സൗണ്ട് കാണിക്കാൻ പറ്റില്ല, കേൾപ്പിച്ചു തരാം. മതി. നരേന്ദ്രപ്രസാദ് ക്ലിയർ ആയിട്ട് നോക്കി പഠിച്ചോണം. അതായത് ഈ പാറപ്പുറത്ത് ചുരട്ടേറ്റ് പിടിക്കുന്ന സൗണ്ടാണ്. അപ്പൊ ചിരട്ട നമ്മൾ കൊണ്ടുപോകണോ? കൊണ്ടുപോകണ്ട, നീ തൊണ്ടയിട്ട് പിടിച്ചാൽ മതി കേട്ടോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാ മതി കേട്ടോ. നരേന്ദ്രപ്രസാദ് 16 കൊല്ലം മുമ്പ് നെറ്റി തീർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കടിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂറ് നിലമുത്തട്ടെ എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും. ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. നിനക്കറിയാലോ, ഈ ഫീമെയിൽ താരങ്ങളെ ഒരുപാട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പഠിപ്പിച്ചല്ല, ഞാൻ പഠിച്ചു. അപ്പൊ അടുത്ത ആരെയാണ് നീ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മളെ കൽപ്പന ചേച്ചി. മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി ശ്രീമതി കൽപ്പന ചേച്ചി. കറക്റ്റ് ആയിരിക്കണം, പറയിപ്പിക്കരുത് തന്നെ. ശരി, എന്നാ ചെയ്തു. മലയാളത്തിലൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇടിയനോട് എനിക്ക് വയ്യ. അവിടെ തന്നെ കണ്ണടിച്ച് കാണിക്കുന്ന എനിക്ക് വയ്യ. കുഞ്ഞെ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിനക്കും ഇല്ലടാ അമ്മയെ തെങ്ങിമാരും, എനിക്ക് വയ്യ. ഓക്കെ, ഇനി നിനക്ക് ഏതാണ് പഠിക്കേണ്ടത്? അല്ല, മാഷ് മറ്റേ ബിന്ദു പണിക്കരെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. ബിന്ദു പണിക്കരെ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിനക്കറിയില്ലേ? എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതിങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഓക്കെ, ഇല്ലേ മാഷ് പഠിപ്പിച്ച മറ്റേ നന്ദനത്തിലെ നവ്യ നായർ. നന്ദനം എന്ന സിനിമയിലെ നവ്യ നായർ. അത് നവ്യ നായർ കറക്റ്റ് ആയിട്ട് എടുക്കണം. നീ ക്ലിയർ അല്ലായിരുന്നു. അതങ്ങോട്ട് ശരിയാണ്. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടാ. ഒന്നെടുത്ത്, അതായത് നമ്മള് കരയണം, നെഞ്ചത്തടിച്ച് കിടന്ന്. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഉള്ളീന്ന് വരണം. അതിന്റെ താഴെ പിടി. ഇല്ല, മൂന്നാമത്തെ കട്ടയിൽ പിടി. റെഡിയായി വരുന്നുണ്ട്. ചെവിയിൽ പൊത്തിയല്ലോ. ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണോ എന്നും കെടാണ്ട് ഈ തിരി തെളിയിച്ചിനെ തന്നതാ. ഇനി ഞാൻ ഈ തിരി തെളിയിക്കില്ല. എന്നെ ഇരുട്ടിലാക്കിയിട്ട് വെളിച്ചത്തൊന്നും ചിരിക്കണ്ട. നിക്ക് കാണണ്ട ഈ മുഖം. വളരെ ഗംഭീരായിരുന്നു. പിന്നെ മാഷും വേറൊരാസ് ഇവിടെ ഇരിക്കുകയാണ്. നെല്ല് പുല്ല്. എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ. അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയെ കൊണ്ടല്ലേ? അത് ഞാൻ പഠിച്ചു. മുകേഷ് ചേട്ടന്റെ ഒന്ന് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് എടുത്തേ. നാലു, നിനക്കറിയൂ, ഇന്നലെ എനിക്ക് ഒരു പൊടി ഉറങ്ങാൻ പറ്റിയില്ലടേ. നിന്നോടാ പറഞ്ഞേ തമാശകള്. എന്നിട്ട് അഴിലവിയെന്നങ്ങ് പറയണേ പുല്ല്. എന്തോന്ന് അഴിയന്. എന്നാ പിന്നെ ചെല്ല്, നെല്ല് പുല്ല്. ഇനി നിനക്ക് ആരെ പഠിക്കണം? ഇനി മാഷി മറ്റേ ലാലേട്ടനെ പഠിക്കണം. ലാലേട്ടനെ പഠിക്കും വേറൊന്നുമില്ല. സംഭവം വളരെ ക്ലിയർ ആണ്. അതായത് പഴയ ലാലേട്ടന്റെ ശബ്ദവും അതുപോലെ തന്നെ പുള്ളി പിന്നെ അഭിനയിച്ച രീതിയും വളരെ വ്യത്യാസമാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ആ പഴയ ലാലേട്ടന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നമില്ല. പക്ഷേ പ്രശ്നമാണ് പുതിയത് വേറെയാണ്. ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരും. പിന്നെ ആ സിനിമയിൽ തന്നെ അത് ദേവാസുര എന്ന ചിത്രത്തിൽ തന്നെ 3 പേരുണ്ട്, അറിയാലോ? 3 പേര് ആരൊക്കെയാണ്? മോഹൻലാൽ, പിന്നെ വില്ലൻ നെപ്പോളിയൻ, ചിത്ര. അവര് 3 വിധങ്ങളിലുള്ള ഒരു സംഭാഷണം. ഒരുപാട് കാലമായിട്ട് നീ ഒരു മോഹമായിട്ട് എന്റെ മനസ്സിൽ കയറിയിട്ട്, ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി 7 കറിയിൽ ആർക്കെങ്കിലും നീ പാവിരിക്കുന്നെങ്കിൽ അതെനിക്കായിരിക്കണം. അതിനുള്ള യോഗ്യത ഞാൻ തന്നെയാടി. യോഗ്യത 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറകുമില്ലാതെ നീലകണ്ഠന് ഒരു ചുക്കും ചെയ്യാൻ തനിക്കാവില്ല. അപ്പൊ നിർത്തടി. ചത്താലും തീരില്ല അവന്റെ മഹത്വം. അവന്റെ മരണം എനിക്ക് വ്രതമാടി, വ്രതം. നേരെ പോവാണ് ലാലേട്ടന്റെ വീട്ടിലേക്ക്. ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലടാ, നീ അലങ്കോലമാക്കിയ അതേ ഉത്സവം ഇത്രയും പുരുഷാരവം നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവാ. പാട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യങ്ങാൻ ഉയർത്തിയാൽ പാടക്കം കത്തുന്ന മാതിരി കത്തും. ഇനി വേറൊരാളുണ്ട്.
മമ്മൂക്ക. ആ പിന്നെ മമ്മൂക്ക എന്ന് പറയുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അതായത് മമ്മൂക്ക ഈ പിന്നെ സിനിമയിലൊക്കെ പിന്നെ ഇംഗ്ലീഷ് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ സ്റ്റീൽ പാത്രത്തിലൊക്കെ ഉള്ള അടി വീണ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കും. അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു ചിത്രത്തിൽ ഞാൻ കണ്ടതാണ്. എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായാലും കറക്റ്റ് താളത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. അതാവണമടാ പോലീസ്. പിന്നെ മാഷിലെ കൊച്ചുപ്രാവന്റെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. കൊച്ചുപ്രാവന്റെ പറഞ്ഞുതരാന്നല്ല, അതും കേൾപ്പിച്ചു തരാം. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ താല്പര്യമില്ലാതെയാണ് പുള്ളി ഡയലോഗ് പറയുന്നത്. ഒരു താല്പര്യമില്ലാതെ നമ്മൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പ്രസന്റ് ചെയ്താൽ മതി. പക്ഷേ ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ടെ അങ്ങനെ പറഞ്ഞ താല്പര്യമില്ലാതെ പറഞ്ഞാൽ മതി. സാറേ പിന്നെ വേറൊരാളുണ്ട്, ശ്രീനേട്ടൻ. ആ ചാട്ടത്തിലും നടപ്പിലും എല്ലാം വളരെ വ്യത്യസ്തതയാണ്. നക്ക് 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 കൂണുക്കിട്ട കോഴി കൂളക്കോഴി കുന്നഞ്ചെറിവിലെ വചാട്ടി. പിന്നെ ആർക്കും പിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് പോകും. നീ കേട്ടോ നീ കേട്ടോ. എന്തായാലും ഇവിടെ ഉള്ളവരെല്ലാരും കേട്ട സ്ഥിതിക്ക് ഇപ്പോ ഈ പിന്നെ നമ്മുടെ താരങ്ങളെക്കാൾ വെല്ലുന്ന ഡൂപ്പുകൾ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡൂപ്പിലേക്ക് കടന്നു പോവുകയാണ്. ആദ്യമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്താൻ നിരവധി സഖാക്കൾ സഹായിച്ചുവെങ്കിലും കലാപരമായി ഏറെ സഹായിച്ചത് ശ്രീ വയലാർ രാമവർമ്മയാണ്. ഇതാ വയലാർ രാമവർമ്മയുടെ അതേ രൂപത്തിലും ഭാവത്തിലും. ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവഗീതമുണ്ടോ? അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ പിണറായി വിജയൻ. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയും പോളിറ്റ് ബ്യൂറോയാണ്. ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചോ ഇവിടെയുള്ള ബൂർഷോ നികൃഷ്ട മാധ്യമങ്ങൾക്കോ ഒരു ചുക്കും അറിയില്ല. ഏതോ ഗോപാലകൃഷ്ണ, ഇത് ഞങ്ങളുടെ പ്രത്യേക പാർട്ടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, എല്ലാവർക്കും. 25 വർഷങ്ങൾക്ക് ശേഷവും ശ്രീ മോഹൻലാൽ തൻ്റെ ആ പഴയകാല പിന്നെ ആക്ഷനും അതുപോലെ തന്നെ പഴയകാലത്തിലുള്ള രൂപവും ഭാവവും അദ്ദേഹം മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു ഗാനത്തിനൊപ്പം ചുവടുവയ്ക്കുകയുണ്ടായി. ഇതാ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ ആ പഴയ മോഹൻലാൽ. കുളങ്ങര ഭരണനാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുളങ്ങര ഭരണനാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുട്ടിവളക്കടക്കുള്ളിൽ കുട്ടിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് മലയാളത്തിന്റെ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരതേ മന്ദം. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഇന്ത്യൻ ചലച്ചിത്ര വേദിയിലെ തന്നെ ഗസൽ ഗാന ചക്രവർത്തി ശ്രീ
ഹരിഹരൻ. കൃഷ്ണ നീ വേഗനേ ബാരോ കൃഷ്ണ നീ വേഗനേ ബാരോ. അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നത് തമിഴ് ചലച്ചിത്രവേദിയിലെ കറുത്ത മുത്ത് ശ്രീ വിജയകാന്ത്. உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி ஜெகத்து ராணி உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி கஞ்சா பூந்தோட்டம் உன ரோஜா பூவாட்டம் அடிமாசம் பார்த்து மோசம் போனேனே ஜெகத்து ராணி உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி. അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നു വശ്യതയാർന്ന പുഞ്ചിരിയുമായി മലയാള സിനിമയെ കീഴ്പ്പെടുത്തിയ ഒരു താരമുണ്ടായിരുന്നു ശ്രീ വിൻസെന്റ്. ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ എന്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ സുഗന്ധിപ്പൂക്കൾ ജമന്തിപ്പൂക്കൾ മഞ്ഞുമൂടിയ മരതകങ്ങൾ ഓ ഈ മലമ്പുഴയിലെ മതിലകങ്ങൾ ഓ ആ മഞ്ഞിൽ മുങ്ങി വരും പൂക്കാരി. അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നു അഭിനയകലയുടെ സർവകലാശാല ശ്രീ സത്യൻ മാഷ്. നടപ്പിലും രൂപത്തിലും ഭാവത്തിലും ഏറെ വ്യത്യസ്തതയുള്ള ശ്രീ സത്യൻ മാഷ്. ഹൃദയമണിയറയിൽ നിന്നെങ്കൽ മധുരഭാഷിണിയാൽ മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ. അടുത്തായിരുന്നു തമിഴ് ചലച്ചിത്രവേദിയിലെ ഇളയ ദളപതി ശ്രീ വിജയ്. ஆடுங்கடா என்ன சுத்தி நான் ஐயனாறு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா பாய பொத்தி ஆடுங்கடா என்ன சுத்தி நான் ஐயனாறு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா பாய பொத்தி. 1980-കളിലെ റൊമാൻറ്റിക് ഹീറോ ശ്രീ രവികുമാർ. സ്വരം കൂവിടും ഗാനമേ സ്വരം കൂവിടും ഗാനമേ. തമിഴ് സിനിമയിലെ വ്യത്യസ്തനായ വില്ലൻ ശ്രീ മൻസൂർ അലി ഖാൻ. வரான் காத்தம் பிரபாகரா எல்லாருக்கும் இங்க வந்துதான் சாவு பிரபாகரம் மட்டும் வர வழிக்கா சாவணும். இந்த சந்தன மரத்தெல்லாம் கருதி எங்கடா கொண்டு போயிட்டு இருக்கீங்க? சடாரத்துக்கு பயந்தா இந்த வீரபுத்தன என்ன ஒரு சந்தனத்தெல்லாம் கொடுத்து காசு பண்ணும் காசு போங்கடா போங்க. സമയ പരിമിതി മൂലം ഒരു സ്റ്റാറും കൂടെ പ്രത്യക്ഷപ്പെട്ട് നിർത്തുകയാണ്.
വില്ലൻ കഥാപാത്രത്തിലൂടെ കടന്നു വന്ന് ഇപ്പോ കോമഡിക്ക് പുതിയ രൂപവും ഭാവവും കണ്ടെത്തിയ ശ്രീ ഭീമൻ രഘു. അദ്ദേഹം മണിച്ചിത്രക്കാവ് എന്ന ചിത്രത്തിലെ നാഗവല്ലിയുടെ കഥാപാത്രവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ഭീമൻ രഘു. വീരമാട്ടെ അയോഗ്യ നായേ, ദുർഗാഷ്ടമി നാളിൽ ഒന്നെ കൊന്ന് ഓരത്തത്തെ എടുത്ത് ഓങ്കാരം നടത്തുവേ ഗംഗേ ഓടാ പുല്ലേ. ഏതൊരു പരിപാടിക്കും ഒരു സ്പോൺസർ കാണും. ഇതാ ഈ പരിപാടിയുടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂ പാകിസ്ഥാൻ മാർബിൾ. ന്യൂ പാകിസ്ഥാൻ മാർബിൾ ആറ്റിങ്ങൽ, അങ്കമാലി, കൊട്ടിയം, ചിറയൻകീഴ്. ന്യൂ പാകിസ്ഥാൻ മാർബിൾ, ചെമട്ടുകുലി സൗജന്യം. വീട്ടിൽ പോരാ.